അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 3-ാം ക്ലാസിന്റെ താരീഖിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. 50 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിക്കാം. ഒന്നാമത്തേത് ശരിക്ക് ശരി നൽകാം, ടിക്ക് ചെയ്യാനാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് AD 575, AD 651, AD 571. ശരിയതാണ്, AD 571. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പത്നി ഹാജറ ബീവി, ആമിന ബീവി, ഹലീമ ബീവി. ഏതാണ് ഉത്തരം? ഹാജറ ബീവി. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, വഹബ്. ആരാണ്? അബൂ ത്വാലിബാണ്. 4. ഖദീജ ബീവിയുടെ പിതാവ് അബൂ ത്വാലിബ്, ഖുവൈലിദ്, ഉമയ്യ. ഏതാണ് ഉത്തരം? ഖുവൈലിദ്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഷാം യാത്ര 12 വയസ്സില്, 25 വയസ്സില്, 35 വയസ്സിൽ. ഇതാണ് ഉത്തരം, 25 വയസ്സിൽ. ആറാമത്തത് ആമിന ബേബിക്ക് രോഗം ബാധിച്ചത് മദീന, അബവാ, ഷാം. എവിടുന്ന രോഗം ബാധിച്ചത്? അബവായിലാണ്. ഇനി രണ്ടാമത്തെ പൂർത്തിയാക്കാം. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. 2. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ്. മൂന്നാമത്തത് സ്നേഹവും കരുണയും വാത്സല്യവുമുള്ള ആളായിരുന്നു അബൂ ത്വാലിബ്. ഇനി മൂന്നാമത്തെ 2 വീതം എഴുതാം, 2 എഴുതിയാൽ മതി. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച 7-ാം ദിവസം ചെയ്ത കാര്യങ്ങൾ. 1. അഖീഖ അറുക്കുകയും മുഹമ്മദ് എന്ന പേരിടുകയും ഖുറൈശികൾ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു. 2 എഴുതിയാൽ മതി, ഇവിടെ 2-ൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ. അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ. ശക്തിയായ പ്രകാശം കാണുക, കല്ലുകൾ, മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക, ചില അശരീരികൾ കേൾക്കുക, പല സ്വപ്നങ്ങളും കാണുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ 2 എഴുതിയാൽ മതി. ഇനി നാലാമത്തത് ഖദീജ ബീവിയുടെ ഗുണങ്ങൾ. കാര്യസ്ഥത, ബുദ്ധി കൂർമ്മത, ഭർതൃസ്നേഹം, ഔദാര്യം. നാലാമത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, മക്കയുടെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? 1 ബക്ക, മറ്റൊന്ന് ഉമ്മുൽ ഖുറ. രണ്ടാമത്തെ ചോദ്യം, സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പരയിൽ. ചോദ്യം 3, ഹലീമ ബീവിക്ക് വലിയ ബർക്കത്തുകൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ അടുക്കൽ എത്തിയത് മുതൽ. നാലാമത്തെ ചോദ്യം, ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ? ഷഅബിൽ. ചോദ്യം 5, ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തത് ആരാണ് പറഞ്ഞത് എന്ന് എഴുതേണ്ടത്. 1, ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആരാ പറഞ്ഞത്? ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ. രണ്ടാമത്തത് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. ആരാ പറഞ്ഞത്? നസ്തൂറ എന്ന പുരോഹിതൻ. ഇനി അവസാനത്തത് ക്രമത്തിലാക്കാം. ആ ബൈത്ത് തെറ്റിച്ചു കൊടുത്തിട്ടാണ്, ഡിസോർഡർ ആക്കാൻ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യണം? ഓർഡർ ആക്കി എഴുതണം. എങ്ങനെ എഴുതാം? കിനാനത്തുൻ ഹുസൈമത്തുൻ വ മുദ്രിക
ഇല്ലാത്ത സുമ്മ മുളറൻ കുൻ മുദ്രിക്ക എന്നെന്ത് ചെയ്യാ ഓർഡർ ആക്കിയത് അല്ലാഹു തആല നമ്മുടെ മക്കളെ എല്ലാ പരീക്ഷയിലും വൻ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.